പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണ്. കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ കാക്കഞ്ചേരിയിൽ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾ കുടുങ്ങി 2 രോഗികൾ മരിച്ചു. ഹൃദയാഘാതമുണ്ടായ എടരിക്കോട് സ്വദേശി സുലൈഖ, വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ആശുപത്രിയിലേക്ക് രോഗികളുമായി വന്ന ആംബുലൻസുകൾ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അസ്ലം, തിരിച്ചു പിടിക്കാമായിരുന്ന 2 ജീവനാണ് ഗതാഗതക്കുരുക്കെടുത്തത്. അതിദാരുണമായ സംഭവം. ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് എന്നറിയുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോൾ എന്താണ് ഉണ്ടായത്? അന്നത്തെ ദിവസം ഉണ്ടായ ഗതാഗതക്കുരുക്കാണോ, അതോ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഗതാഗതക്കുരുക്ക് ഉള്ള ഒരു സ്ഥലമാണോ? ദേശീയപാതയുടെ പണിയും മറ്റുമൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ അതിർത്തി പ്രദേശം, അതായത് രാമനാട്ടുകര, ഈ കാക്കഞ്ചേരി ഭാഗത്ത് പലപ്പോഴും ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട്. ശനിയാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് ഈ 2 ആംബുലൻസുകൾ ഈ ഗതാഗതക്കുരുക്കിൽ പെടുന്നത്. 2 പേരും മലപ്പുറത്ത് ഒരാൾ കോട്ടക്കൽ നിന്നും മിംസിൽ നിന്നും രോഗിയുമായിട്ട് വരെയായിരുന്നു ഒരു ആംബുലൻസ്. മറ്റേ ആംബുലൻസ് ചേളാരിയിൽ തന്നെയുള്ള DMS എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്നു. ഈ 2 ആംബുലൻസുകളും ഏകദേശം 20 മിനിറ്റിലധികം, അരമണിക്കൂറോളം കാക്കഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയതാണ് ഏറ്റവും ഈ ഗുരുതരമായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വൈകിയത്. ഇതിൽ സുലേഖ എന്ന് പറയുന്ന എടരിക്കോട് സ്വദേശി സുലേഖ എന്ന ഒരാൾ ഈ ആംബുലൻസ് എടരിക്കോട് ഗതാഗതക്കുരുക്കിൽ കിടക്കുമ്പോഴാണ് കാർഡിയക് അറസ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. അവരെ മിംസിൽ നിന്നും പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞ ഗുരുതരാവസ്ഥയിൽ രോഗി തന്നെയായിരുന്നു. അതേസമയം ഇക്കര ആശുപത്രിയിലേക്ക് മാറ്റി റെഫർ ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഇടയ്ക്കാണ് ഈ ഗതാഗതക്കുരുക്കിൽ വെച്ച് തന്നെ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ആംബുലൻസിനകത്ത് നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിക്കൊണ്ടിരുന്നു, CPR ഒക്കെ നൽകിക്കൊണ്ടിരുന്നു. അതേസമയം ഗുരുതരാവസ്ഥയെ തുടർന്ന് ഈ ബ്ലോക്ക് കഴിഞ്ഞ് കിട്ടാൻ അരമണിക്കൂറോളം കഴിഞ്ഞു. തുടർന്ന് രാമനാട്ടുകരയിലെ ക്രസന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവർ മരണപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ചേളാരിലുള്ള DMS എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരാവസ്ഥയിലായ രോഗിയെ കൊണ്ടുവരുന്നത് ഷജിൽ കുമാർ എന്ന് പറയുന്ന വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ, 50 വയസ്സ്. അയാൾക്കും ഇതുപോലെ 25 മിനിറ്റിലധികം ഈ ഒരു ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നതാണ് ഗുരുതരാവസ്ഥയിലെത്തിയത്. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അയാൾ മരണപ്പെട്ടു. അതായത് ഒരുപക്ഷെ കൃത്യസമയത്ത് ഈ ആംബുലൻസുകൾക്ക് രോഗികളെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർമാരും മറ്റുമൊക്കെ പറയുന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും ഈ സമയനഷ്ടം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആംബുലൻസുകൾ പോലും കുടുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ട്രാഫിക് കുരുക്ക് മാറുന്നതാണ് ശരിക്കും തലവേദനയായി മാറിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്.